പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം എന്താ പറയുന്നത്, DF പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ എന്നിവർ ഒന്നിച്ചപ്പോൾ ഗംഭീര കളക്ഷനാണ് മലയാള സിനിമയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 2,30,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ഷനായിട്ട് കാണിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് 20,60,00,000 കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ നമ്മൾ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ 22,70,00,000 ഓവർസീസിൽ നിന്നും ഇന്ത്യ ഗ്രോഫായിട്ട് 26,30,00,000 കാണിക്കുന്നു. അപ്പോൾ ഏകദേശം 5 കോടി രൂപയ്ക്ക് അടുത്ത് കേരളം അല്ലാതെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഗംഭീര കളക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് കർണാടക നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. കർണാടക ഇന്നലെയും 35 ലക്ഷം രൂപയുണ്ടായിരുന്നു, മിനിഞ്ഞാന്നും 35 ലക്ഷം രൂപയുണ്ടായിരുന്നു. അപ്പം കർണാടകത്തിൽ നിന്ന് ഗംഭീര കളക്ഷൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ 2,80,00,000 കർണാടക കളക്ഷൻ എത്തിയിരിക്കുന്നത്. ഇന്നുകൊണ്ട് അത് 3 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുപോലെ തെലുങ്കാന, ആന്ധ്ര, അവിടെ തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ്. എന്നിട്ടും 7 ലക്ഷം രൂപ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 38 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഭേദപ്പെട്ട തുടക്കം തന്നെയുണ്ട്. 23 ലക്ഷം രൂപ ഇന്നലെ കളക്ട് ചെയ്തു. അങ്ങനെ 1,52,00,000 രൂപയിലേക്ക് തമിഴ്നാട് കളക്ഷൻ ഉയരുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2,30,00,000, കേരളത്തിൽ നിന്ന് 20,60,00,000 ഉയരുന്നു. പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഇന്നലെ 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 1 കോടി രൂപയിലേക്ക് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഉയരുന്നു. അങ്ങനെ 26,30,00,000. ഓവർസീസ് കളക്ഷൻ 22,70,00,000. അങ്ങനെ 49 കോടി ടോട്ടൽ. അപ്പം ഇങ്ങനെ പ്രണവിൻ്റെ ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോഴത്തേന്, ഒരാഴ്ച പിന്നിട്ടില്ല, അതിന് മുമ്പ് തന്നെ 50 കോടി കളക്ട് ചെയ്തു എന്നുള്ള സന്തോഷമായ വാർത്തയാണ് നമ്മൾ പങ്കുവെക്കാനുള്ളത്. അത് എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ തന്നെയാണ് നേടുന്നത്. ആയിട്ടുള്ള 50 കോടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വേണ്ട അടുത്തത് DF എന്ന ചിത്രവും 50 കോടി പിന്നിടുന്നത്. അതുപോലെ ആദ്യ ചിത്രം ആദ്യം 50, അങ്ങനെ 3-4 ചിത്രങ്ങളേ ഉള്ളൂ. അത് 4 ചിത്രങ്ങളും 50 കോടി പിന്നിടുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അദ്ദേഹം പടം അഭിനയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരു പടം കഴിഞ്ഞിട്ട് ഇനി 2 കൊല്ലത്തിന് ശേഷമായിരിക്കും അദ്ദേഹം പടം അഭിനയിക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ വാർത്ത വരുന്ന പ്രകാരം അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി പോയി എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തെ കിട്ടണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കണം, ഇനി അടുത്ത പടം ചെയ്യണമെങ്കിൽ. യാത്രയൊക്കെ അടുത്ത് വരുമ്പോൾ ഇനി ഒരു പടം എനിക്ക് തോന്നുന്നു അത് മതി എന്ന് തോന്നുന്നു. അതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് കാശിന് വേണ്ടി അല്ല ചെയ്യുന്നത്, യാത്രയ്ക്ക് വേണ്ടി കാശ് സമ്പാദിക്കുക എന്നുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. ഇന്നുകൊണ്ട് ഈ ചിത്രം 50 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ്. ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും വരാൻ പോകുന്ന ശനിയും ഞായറും ഒക്കെ ഗംഭീര കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ 50 കോടി കടന്നിരിക്കുന്നു പ്രണവ് മോഹൻലാൽ ചിത്രം എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. അപ്പം ഇന്നത്തെ കളക്ഷനും മറ്റു വിവരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനൊരു വീഡിയോയുമായിട്ട് എത്താം. അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ.